എൻ്റെ നാട്ടുകാരനായ ഒരു മുജാഹിദ് സുഹൃത്ത് അസ്ലം സുൽത്താനിയുടെ വീഡിയോക്ക് മറുപടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കുകയുണ്ടായി. ഇന്നത്തെ വീഡിയോ വയനാട്ടിലെ അസ്ലു സുൽത്താനി എന്ന മുസ്ലിയാർ കുട്ടിക്കുള്ള മറുപടിയാണ്. വീഡിയോ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷമാണ് ഉണ്ടായത്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോയെ കുറിച്ചൊരു ചർവണം നടത്തുകയും അതുമൂലം ഇവർ അകപ്പെട്ടിരിക്കുന്ന ഈ ലുൽമിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കൊരു കാരണമാകുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. പക്ഷേ എനിക്ക് വളരെയേറെ ദുഃഖമുണ്ടായ മറ്റൊരു കാര്യമുണ്ട്. സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകർ പോലും വലിയ വലിയ മുജാഹിദുകൾ പറയുന്നത് പോലെ കളവ് പറയാൻ പരിശീലിക്കുന്നു എന്ന് അറിയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. ഞാൻ ഇട്ട വീഡിയോന്റെ അടിയിൽ ഇദ്ദേഹം വന്നിട്ട് ചില കമന്റുകളൊക്കെ എഴുതാറുണ്ട്. ആ കമന്റിന് ഞാൻ കൊടുത്ത മറുപടിയെ നേരെ കോട്ടി മാറ്റിയിട്ട് കളവായി അവതരിപ്പിച്ചപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അദ്ദേഹം ചില വീഡിയോകളൊക്കെ ഇടുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, CM മടവൂരാണ് മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ അത് ഏത് കുട്ടിക്കും അറിയണല്ലേ ഇപ്പൊ CM മടവൂരാണ് ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ സങ്കടം എന്ന് പറയുന്നത് ഒരു മുജാഹിദ് പ്രവർത്തൻ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എത്തുന്നത് ഇങ്ങനെ കളവ് പറയാനുള്ള പരിശീലനം സിദ്ധിക്കുമ്പോഴാണ് എന്നറിഞ്ഞതുകൊണ്ടാണ്. അള്ളാഹു തആല ഇവർക്കൊക്കെ മോചനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ കമന്റ് എഴുതിയത് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ കമന്റ് ഉണ്ടായിരുന്നത്, ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരല്ല, അള്ളാഹു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം അസ്ലു, എന്നിട്ട് പോരെ ഇത്തരം വിഷയങ്ങൾ. ഇതാണ് അയാളുടെ കമന്റ്. ഞാൻ കൊടുത്ത മറുപടിയിൽ ഞാൻ പറഞ്ഞ ഭാഗം, CM വലിയുല്ലാഹിയെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്തെന്ന് ചെറിയ കുട്ടിക്ക് പോലും ഇപ്പോൾ മനഃപ്പാഠമാണ്. എത്ര കൃത്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാൻ പറയുന്നത് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്നാണോ? അതല്ല, അത് അങ്ങനെ പറഞ്ഞതിന് വ്യാഖ്യാനം ലോകത്തുള്ള ചെറിയ കുട്ടികൾക്ക് പോലും അറിയും എന്നാണോ പറയണത്? ഈ പറഞ്ഞ വിഷയത്തെ അദ്ദേഹം നേരെ കോട്ടി മാറ്റിയിട്ട് ഞാനിവിടെ എന്റെ വാദപ്രകാരം CM വലിയിലാണ് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് ആക്കി മാറ്റി. ഞാൻ പറഞ്ഞത് വ്യാഖ്യാനം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് അതിൻ്റെതായ അർത്ഥം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ ചോദിച്ചു, ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലല്ലാത്തതൊക്കെ എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത എല്ലാ ആളുകളുടെയും നിബിധങ്ങളുടെ അടക്കം കുത്തുബ് എന്നാണോ? അങ്ങനെയൊന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ആലമിലെ ഒരു കുത്തുബ്, ഈ ലോകത്തെ ഒരു കുത്തുബ് എന്നാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ് കുത്തുബ് സമാൻ എന്ന് പറഞ്ഞതിന്റെയും അർത്ഥം. ആലമിലെ ഒരു കുത്തുബ്, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുത്തുബാണെന്നോ അമ്പിയാക്കൾക്ക് കുത്തുബാണെന്നോ അല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഒരു യഥാർത്ഥ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഈ സാധുവിനെ പോലുള്ള പല മുജാഹിദ് പ്രവർത്തകന്മാരും മുജാഹിദുകളുടെ വ്യാഖ്യാനങ്ങൾ കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അവരുടെ തെറ്റിദ്ധരിപ്പുകൾ പെട്ടുപോയതാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള സാധുക്കളായ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ പെട്ടുപോയതിൽ ഞാൻ അതിയായി ദുഃഖിക്കുകയും ചെയ്യുന്നു. പിന്നെ അതിനുശേഷം ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കണ്ടപ്പോഴൊക്കെ എനിക്ക് സങ്കടമാണ് യഥാർത്ഥത്തിൽ വരുന്നത്. ഒരു പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകൻ ഇവരിൽ അകപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഒരാള് തന്റെ വിശ്വാസം ശരിപ്പെടുത്തണമെങ്കിൽ അയാള് തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യകളായ ചരിത്രങ്ങളും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം ഇങ്ങനെയുള്ളതൊക്കെ വായിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളൊക്കെ വായിച്ചുകൊണ്ട്, അങ്ങനെ ഒരുപാട് നിരവധി ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പഠിച്ചതിന് ശേഷമാണ് ഒരാൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. കാരണം ഇത് കാണിച്ച ഒന്ന് രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ മഹാന്മാരായ മുഫസ്സിറുകൾ എഴുതിയിട്ടുള്ള തഫ്സീറുകളും ഇമാമിങ്ങൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളും ഒക്കെയാണെന്നാ. എന്നാൽ അതിന്റെ താഴെയുള്ള പേര് ഹുസൈൻ മടവൂർ എന്നാണ്. ഹുസൈൻ മടവൂർ എഴുതിയ അല്ലെങ്കിൽ മുജാഹിദ് മൗലവിമാർ എഴുതിയ പുസ്തകങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് തഫ്സീറുകളിലേക്കും ഖുർആനിലേക്കും ഹദീസിലേക്കും ഇമാമിങ്ങളെ കിതാബുകളിലേക്കൊക്കെ വരണം. സഹോദര, നിങ്ങൾ പൊക്കിപ്പിടിച്ച ആ പുസ്തകങ്ങൾ അല്ല യഥാർത്ഥത്തിൽ തഫ്സീർ എന്ന് പറയുന്നത്. അതല്ല യഥാർത്ഥത്തിൽ ഇമാമുകളുടെ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഹുസൈൻ മടവൂർ എന്ന് പറയുന്ന ആള് ഇമാമല്ല. വളരെ മോശമായി സുന്നികൾക്കെതിരെ കുഫറും ശിർക്കൊക്കെ ആരോപിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ കാലഘട്ടത്തിൽ ജീവിക്കും. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? അതോ നിങ്ങൾ പറ്റിക്കപ്പെട്ടു പോയതോ? ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഞാൻ സങ്കടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ യഥാർത്ഥ തഫ്സീറുകൾ, ഖുർആനിന്റെ യഥാർത്ഥ തഫ്സീറുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ, അതിന് മുഹദ്ദിസുകൾ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്ത എന്റെ വീഡിയോ ഇല്ലേ, ആ വീഡിയോയിൽ ഞാൻ ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങളൊന്ന് മറുപടി കണ്ടെത്താൻ ശ്രമിക്കൂ. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കേട് എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും.
മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും അള്ളാഹുവിങ്കിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള സബബുകളാണ്, കാരണങ്ങളാണ് എന്ന നിലക്ക് അവരോട് സഹായം തേടിക്കഴിഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ്, കുഫറാണ് എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരായ മുജാഹിദ് മൗലവിമാർ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ അന്വേഷിക്കൂ. ഇന്ന് മുതൽ അന്വേഷണം നടത്തൂ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുജാഹിദുകളായ സാധാരണക്കാർ അന്വേഷണം നടത്തൂ. തഫ്സീറുകൾ നോക്കണം. മുജാഹിദുകളുടെ പ്രസംഗം കേട്ടിട്ട് അതുപോലെ ഇങ്ങോട്ട് അടിച്ചു വിടരുത്. നിങ്ങൾ തഫ്സീറുകൾ നോക്കിയിട്ട് അതിൽ നിന്ന് അങ്ങനെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് നിങ്ങൾ നോക്കുക. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, മക്കയിലെ മുശ്രിക്കുകളായ ആളുകളെ സുന്നികളായ ആളുകളോട് തുലനം ചെയ്തിട്ടാണ് മുജാഹിദുകൾ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ട് എന്നാണ്. മുവഹിദുകളുടെ വിശ്വാസോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ആരാധനക്കർഹൻ ഒരാളുമില്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശ്വാസത്തോടു കൂടെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഏതെങ്കിലും ഒരു മക്കയിലെ മുശ്രിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ കാര്യം ഈ മുഫസ്സിറുകളുടെയും തഫ്സീറുകളും മുഹദ്ദിസുകളുടെ കിതാബുകളും ഒക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് മറച്ചു നോക്കൂ. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയുമോ? എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മൗലവിമാരോട് ചോദിക്കണം, മൗലവി, നമ്മൾ ഇങ്ങനെ സമീകരിക്കുന്നത് ശരിയല്ലല്ലോ. അബൂജഹലിനെ പോലെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബക്കാർ, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ അയൽവാസികൾ ഇവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ വേണ്ടി ഈ മൗലവിമാര് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ സംഗതികളൊന്നും ഈ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മുജാഹിദ് മൗലവിമാരോട് ചോദിക്കും. എന്ന് വിശ്വസിച്ച ഏതെങ്കിലും ഒരു മുശ്രിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നോ? നിങ്ങൾ ഓതി ഒരൊറ്റ ആയത്തും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ ലാ ശരീക ലഹു വിശ്വസിക്കുന്നവരാണ്. അവരൊക്കെ ഒരു കീഴിലുള്ള ശരീക്കുണ്ടെന്ന് വിശ്വസിച്ചവരാണ്, കൂറുകാരനുണ്ടെന്ന് വിശ്വസിച്ചവരാണ്. അങ്ങനെ നിങ്ങൾ ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സഹോദര, സ്വന്തം ഉമ്മ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരൂല, ഉപ്പ് മുശ്രിക്കാണെന്ന് പറയേണ്ടി വരൂല, നാട്ടുകാരും കമ്മിറ്റിക്കാരും അയൽവാസികളും ഒക്കെ കാഫിറാണ് എന്ന് നിങ്ങൾക്ക് വിധി എഴുതേണ്ടി വരില്ല. അതുകൊണ്ട് സഹോദര, ഈ മൗലവിമാരുടെ പുസ്തകങ്ങളൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ട് മുഹദ്ദിസുകളും ഇമാമീങ്ങളും എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ.